പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ, പരിഹാസങ്ങളും ദുരിതങ്ങളും താങ്ങുവാൻ ത്രാണിയില്ലാതെ പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. പകച്ചു നിൽക്കും മനുഷ്യ, നീ ഒരു വേള പറയൂ യാകും ദൈവം. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 22-ാമത് വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: മുഖസ്തുതി പറവാൻ എനിക്കറിഞ്ഞുകൂടാ, അങ്ങനെ ചെയ്താൽ എൻ്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും എന്ന പദമാണ്. ഒരു മനുഷ്യനെ ദൈവം ചേർത്ത് പിടിക്കുകയും ഒരു മനുഷ്യനെ ദൈവം തള്ളിക്കളയുകയും ചെയ്യുന്നത് എപ്പോഴാണ് എന്ന് ഭക്തൻ വ്യക്തമാക്കുകയാണ്. അനീതി പറയുകയും അനീതി കാട്ടുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത് നാശമായി ഭവിക്കുമെന്ന് ബോധ്യപ്പെടുത്തുന്ന വാക്കുകൾ ഈ വചനത്തിലുണ്ട്. ശമൂവേലിന് എഴുതിയ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിൽ ശൗൽ പ്രാപ്തനല്ലായിരുന്നിട്ടും വാഗ്ദത്തത്തിൻ്റെ പൂർത്തീകരണം എന്ന നിലയിൽ ശൗൽ ഇസ്രായേലിൻ്റെ രാജാവായി തീർന്നു. എന്നാൽ ഇസ്രായേൽ മക്കളെ ഒരു കാലഘട്ടം മുഴുവനും ഉപദ്രവിച്ച പെലസ്ത്യരെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടും തിന്മ പ്രവർത്തിച്ച പെലസ്ത്യരുടെ ഒരു ഭാഗത്തെ സംരക്ഷിപ്പാൻ തയ്യാറായി നിൽക്കുന്ന ശൗലിൻ്റെ മുൻപിലേക്ക് ശമൂവേൽ വന്ന് ചോദിക്കുന്നുണ്ട്: യഹോവയായ ദൈവം നിന്നോട് കൽപ്പിച്ചത് നീ ചെയ്തു എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കേൾക്കുന്ന ആടുകളുടെ കരച്ചിലിൻ്റെ ശബ്ദം ശമൂവേൽ കേട്ടിട്ട് ചോദിക്കുന്നു: ആ കേൾക്കുന്ന ശബ്ദം എന്താണ്? അവിടെ ന്യായീകരണ വാക്കുകൾ പറയുന്ന ശൗലിനോട് ശമൂവേൽ പറയുന്നത് യഹോവയായ ദൈവം നിന്നെ ഇസ്രായേലിൻ്റെ രാജസ്ഥാനത്തു നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന വാക്കുകളാണ്. അനീതിക്ക് കൂട്ടുനിൽക്കുന്നതുകൊണ്ട്, അനീതിയുടെ വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ശൗൽ തള്ളപ്പെടുകയാണ്. ആ ശൗൽ പറഞ്ഞ വാക്കുകൾക്ക് കൂടെ നിന്ന് ആ വാക്കുകൾ അംഗീകരിച്ചു കൊടുത്തു പോകുവാൻ തയ്യാറാകാത്തതുകൊണ്ട് ശമൂവേൽ നിലനിൽക്കുന്നതും കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അനന്യാസും സഫീറയും പ്രാർത്ഥനാ സ്ഥലത്തുനിന്ന് എഴുന്നേറ്റ് പോയി ഉണ്ടായിരുന്ന നിലം വിറ്റ് പണം വാങ്ങി അതിൽ കുറച്ചെടുത്ത് ഒളിച്ചു വെച്ചാനന്തരം അപ്പോസ്തോലന്മാരുടെ അരികിൽ വന്ന് സ്ഥലം വിറ്റിരിക്കുന്നു എന്നും കിട്ടിയത് മുഴുവൻ കൊണ്ടുവന്നിരിക്കുന്നു എന്നും പറയുന്ന വാക്കുകളുണ്ട്. എന്നാൽ ആ വാക്കുകൾ കേൾക്കുമ്പോൾ കാപട്യം നിറഞ്ഞ വാക്കുകളെന്ന് തിരിച്ചറിഞ്ഞിട്ട് അപ്പോസ്തോലന്മാർ അവർ കൊടുത്തതിൽ തൃപ്തരായി അവരെ വാനോളം പുകഴ്ത്തി ചേർത്ത് പിടിക്കുകയല്ല, അനന്യാസും സഫീറയും ചെയ്തിരിക്കുന്ന തിന്മകളെ സൂചിപ്പിച്ച് പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ നിമിത്തം നിങ്ങളുടെ പക്ഷം പിടിച്ച് നിങ്ങളോട് കൂടെ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് അനന്യാസിനെയും സഫീറയും അവിടെ നിന്ന് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്ന ചരിത്രവും രേഖപ്പെടുത്തുന്നുണ്ട്. അനന്യാസും സഫീറയും വീണ് മരിച്ച് സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകപ്പെടുന്നതിന് പിന്നിലെ കാരണമെന്താണെന്ന് ചോദിച്ചാൽ അവർ ചെയ്ത തിന്മകളായിരുന്നു ദൈവം അവരെ നീക്കിക്കളയുവാൻ കാരണമായി തീർന്നത്. ആ കൂട്ടത്തിൽ അപ്പോസ്തോലന്മാർ നീക്കപ്പെട്ട് കളയാൻ ഇടയാകാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ആ തിന്മ ചെയ്ത ആ ചെറിയ കാര്യത്തിൽ പോലും അവരോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകാതെ അവരെ അകറ്റിക്കളയുവാൻ കാണിക്കുന്ന ആ വ്യഗ്രതയും ആ തീരുമാനവുമാണ് അപ്പോസ്തോലന്മാരുടെ നിലനിൽപ്പിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി തീർന്നതെന്നും നമുക്ക് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്?
ചിലപ്പോൾ നമുക്ക് ചെറിയ നന്മകളും ഉപകാരങ്ങളും ഉള്ളവരല്ലേ, അവരോട് നല്ല വാക്കുകൾ പറഞ്ഞ് അവരെ കൂടി നമുക്ക് ചേർത്ത് നിർത്താമെന്ന് ചിന്തിക്കുമ്പോൾ നാമും നാശത്തിലേക്ക് പോകുന്നു. മാത്രമല്ല, ദൈവം നമ്മെയും അവരെയും നീക്കിക്കളയുവാൻ ഇടയുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അനീതിക്ക് കൂട്ടുനിൽക്കുന്നവരും അവരുടെ പക്ഷം പിടിക്കുന്നവരും അവരെ പുകഴ്ത്തിപ്പറയുന്നവരുമായിട്ടല്ല, അവരെ എതിർക്കുന്നവരും അവരോട് ഉത്തരം പറയുന്നവരുമായി നിലനിൽക്കുന്ന ക്രിസ്തീയ ജീവിതത്തിനായി നമ്മെ സമർപ്പിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ഒരിക്കലും ദൈവത്താൽ നീക്കിക്കളയപ്പെട്ടവരായി തീരാതെ ദൈവത്താൽ ചേർത്ത് നിൽക്കപ്പെടുന്നവരായി തീരേണ്ടതിന് ഞങ്ങൾ ദുഷ്ടൻ്റെ പക്ഷം പിടിച്ചു പോകുകയല്ല, ഞങ്ങൾ നിലനിൽക്കത്തക്ക തലത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ, ആമേൻ.